ശബരിമല എന്ന വിശ്വാസ കേന്ദ്രത്തിന്റെ വിശുദ്ധത തകർത്ത് നടന്ന സ്വർണ്ണക്കൊള്ള പുറത്തു വരുമ്പോൾ കള്ളൻ എന്ന പേര് മറിക്കാൻ കോൺഗ്രസ് രാഷ്ട്രീയം സഭയിൽ കൂകിക്കരയുകയാണ്. അന്വേഷണത്തെ നേരിടാൻ ധൈര്യമില്ലാത്ത പ്രതിപക്ഷം പാരഡി ഗാനങ്ങളുടെയും പ്ലക്കാർഡുകളുടെയും മറവിൽ സത്യം മൂടിവെക്കാനുള്ള ശ്രമമാണ് ഇന്ന് നിയമസഭയിൽ നടത്തിയത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ മുന്നേറുന്ന അന്വേഷണത്തെ ചർച്ച ചെയ്ത് നേരിടാൻ പോലും തയ്യാറാകാതെ ശബ്ദമുയർത്തി സഭ സ്തംഭിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമമെന്ന ആരോപണവുമായി ഭരണപക്ഷം കടുത്ത രാഷ്ട്രീയ പ്രതിരോധത്തിലേക്ക് കടന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നിയമസഭയിൽ ചൂടേറിയ ഏറ്റുമുട്ടലിലേക്കാണ് നയിച്ചത്. ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ വാക്പോരും പാരഡി ഗാനങ്ങളും അടക്കം സഭ പ്രക്ഷുബ്ധമായി. സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ രാജിവെക്കണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം സഭയിൽ പ്ലക്കാർഡുകളും ബാനറുകളുമായി ഇറങ്ങിയപ്പോൾ അന്വേഷണം വഴിതിരിപ്പിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നതെന്ന് ഭരണപക്ഷം തുറന്നടിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് വിവാദമായ പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനം ആലപിച്ചായിരുന്നു പ്രതിപക്ഷ എംഎൽഎമാരുടെ പ്രതിഷേധം. അന്വേഷണ സംഘത്തിന് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചതോടെ സഭയിൽ ബഹളം കനത്തു. എന്നാൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ പോലും പ്രതിപക്ഷം തയ്യാറാകാത്തത് ചർച്ചയെ ഭയക്കുന്ന ഭീരുത്വമാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി എം.ബി. രാജേഷും പരിഹസിച്ചു. ഹൈക്കോടതിയിൽ തിരിച്ചടി കിട്ടിയതിന്റെ അസഹിഷ്ണുതയായാണ് സഭയിൽ തിണ്ണമിടുക്കായി മാറുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ പാട്ടിന് അതേ നാണയത്തിൽ തന്നെ മറുപടിയായി ഭരണപക്ഷവും രംഗത്തെത്തി. മന്ത്രി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ സ്വർണം കട്ടത് ആരപ്പ, കോൺഗ്രസ് ആണ് അയ്യപ്പ എന്ന പാരഡി ഗാനം സഭയിൽ മുഴങ്ങി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെ സോണിയാഗാന്ധിയുടെ വസതിയിൽ പ്രവേശനം ലഭിച്ചുവെന്ന ചോദ്യം ഭരണപക്ഷം ശക്തമായി ഉന്നയിച്ചു. ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകന് പോലും ലഭിക്കാത്ത അനുമതി പോറ്റിക്ക് ലഭിച്ചത് എങ്ങനെയാണെന്നും സോണിയാഗാന്ധിയുടെ വസതി റെയ്ഡ് ചെയ്യണമെന്നും ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണമെന്നും അവരുടെ വീട്ടിൽ സ്വർണമുണ്ടെന്നുമുള്ള ഗുരുതര ആരോപണങ്ങളും സഭയിൽ ഉയർന്നു. മന്ത്രി വീണ ജോർജ് മിണ്ടാതിരുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് കയറ്റിയത് ആരാണെന്ന് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ട അവർ മറുപടിയില്ലാതെ പ്രതിപക്ഷം ഒളിച്ചോടുകയാണെന്നും തുറന്നടിച്ചു. ശബരിമലയിലെ കൊടിമരം മാറ്റിയവരെ വരെ സംരക്ഷിക്കുന്നത് കോൺഗ്രസ് ആണെന്നും സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ട കോൺഗ്രസ് ബന്ധങ്ങൾ മറയ്ക്കാനാണ് പ്രതിപക്ഷം ബഹളം വെക്കുന്നതെന്നും മന്ത്രി എം.ബി. രാജേഷും ആരോപിച്ചു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തെ ചോദ്യം ചെയ്തപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവിന് കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി കിട്ടിയതും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സഭയ്ക്കുള്ളിലെ ബഹളത്തിനൊപ്പം അസാധാരണമായൊരു കാഴ്ചയ്ക്കും ഇന്ന് നിയമസഭ സാക്ഷിയായി. സാധാരണയായി സഭയ്ക്ക് പുറത്ത് മാധ്യമങ്ങളെ കാണുന്നത് പ്രതിപക്ഷമാണെങ്കിലും ഇന്ന് ഭരണപക്ഷ എംഎൽഎമാർ ഒന്നടങ്കം പുറത്തു വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചു. അന്വേഷണം വഴിതിരിപ്പിക്കാനും കോൺഗ്രസ് ബന്ധങ്ങൾ മറയ്ക്കാനുമുള്ള ശ്രമമാണ് പ്രതിപക്ഷ പ്രതിഷേധമെന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ നിലപാട്. പാരഡി ഗാനങ്ങളിലൂടെയും ബാനറുകളിലൂടെയും സഭ സ്തംഭിപ്പിക്കാൻ ശ്രമിച്ച പ്രതിപക്ഷത്തിന് അന്വേഷണത്തെയും ഹൈക്കോടതിയെയും ചൂണ്ടിക്കാട്ടി ശക്തമായ രാഷ്ട്രീയ തിരിച്ചടിയാണ് ഭരണപക്ഷം നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിരോധത്തിലായത് സർക്കാരല്ല, മറിച്ച് കോൺഗ്രസ് ആണെന്ന സന്ദേശത്തോടെയാണ് ഇന്നത്തെ നിയമസഭാ ദിനം അവസാനിച്ചത്.